ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ കേക്കിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കാണാനാണെങ്കിലും ഭംഗിയാണ്, നമുക്ക് ചെയ്യാനും സുഖമാണ്, നല്ല ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല. നമ്മൾ ഈ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഓരോ കേക്ക്സിൻ്റെ മോഡൽസ് കാണുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുമല്ലോ, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കുന്ന ഡിസൈൻസ്. അങ്ങനെ ഞാൻ ഒരുപാട് കാലമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഡിസൈനാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. കുറേ ആയിട്ട് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലിട്ടൊരു ഡിസൈനാണ്. പക്ഷേ പല കസ്റ്റമേഴ്സും ഇന്ന ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് റെഫറൻസ് അയച്ചു തരുമ്പോൾ നമുക്കിത് ചെയ്യാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ഒരു കസ്റ്റമർ നമ്മളെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തോളൂ, സംഭവം സെറ്റായാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെഫറൻസ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റെഫറൻസ് വെച്ച് ചെയ്യുകയാണെങ്കിലും സെയിം അതേപോലെ തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കസ്റ്റമർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ഓരോ ലെയറിലും ഷുഗർ സിറപ്പായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോർമലി ഉള്ള ഷുഗർ സിറപ്പ് തന്നെയാണ്, വേറെ എക്സ്ട്രാ ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഫില്ലിംഗ് ആയിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ലെയറും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫൈനൽ കോട്ടും നമ്മൾ ഫുൾ വൈറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ക്രം കോട്ട് ചെയ്ത് ഹാഫ് ഹവർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അതും ഫുൾ വൈറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കേക്ക് റെഡ് കളറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രീമിൽ ഫുള്ളായിട്ട് റെഡ് കളർ ആഡ് ചെയ്യണില്ല, കാരണം കളർ നമ്മൾ വൈറ്റിലേക്ക് പോകുന്ന അത്ര നല്ലതൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വൈറ്റിൽ ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ സ്ക്രാപ്പറിൽ ഇതേപോലെ 2 ഡ്രോപ്സ് റെഡ് കളറാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രീമിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് കളറാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം അങ്ങനെ കഴിക്കാതെ ഉൾഭാഗം കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ റെഡ് കളർ കിട്ടുകയും ചെയ്യും, എന്നാൽ നമുക്ക് ഹെൽത്തി ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മുകളിലും ജസ്റ്റ് ക്രീമിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ക്രീമിലോട്ട് കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഡാർക്ക് റെഡ് നമുക്ക് എന്തായാലും കിട്ടില്ല, അപ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കളർ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അധികം കളേഴ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ ചെയ്യുന്ന 2 ലൈൻസ് ഉണ്ടല്ലോ, മുകളിലും താഴെയും കൊടുക്കുന്ന ബോർഡർ, അതിൽ അധികം കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് അത് ആ ഒരു ക്രീം കഴിക്കാതെ മാറ്റാൻ പറ്റിയത് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ബേബി ബ്രീത്തിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, നമുക്ക് ഫ്രഷ് ഫ്ലവർ ആയിട്ട് വാങ്ങാൻ കിട്ടും. നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടുന്ന ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അത് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, മുകളിലത്തെ ആ ഒരു ബോർഡറിൻ്റെ മുകളിൽ. അങ്ങനെ ചെയ്താൽ തന്നെ അത് ആ ഒരു ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. എന്നിട്ട് സെൻറ്ററിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കുറച്ച് ഷുഗർ ബോൾസൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായി ഒരു വർക്ക്? എനിക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഒരുപാട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ഡിസൈനാണ്, അത് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിനും ഡിസൈനൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളോടൊരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ വർക്കും ഗിഫ്റ്റ് ഹാമ്പർ ആണെങ്കിലും കേക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമായോ? എന്തായാലും എല്ലാവരുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.